അപ്പം നമുക്ക് ഇന്ന് സർഗം കിച്ചണിൽ ഇപ്പം മാങ്ങ സീസണിലാണല്ലോ നല്ലൊരു പച്ചമാങ്ങ കൊണ്ടൊരു ജ്യൂസ് തയ്യാറാക്കാം. പച്ചമാങ്ങ മുജിറ്റയാണിത്. പച്ചമാങ്ങയുടെ പുളിരസവും അതുപോലെ എരിവും ഇഞ്ചിയുടെ ടേസ്റ്റും ദഹനത്തിന് വേണ്ടി ഇഞ്ചിയുടെ ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് നല്ല അടിപൊളി പച്ചമാങ്ങ മുജിറ്റ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലത്തെ മൂവാണ്ടമാവാണ്, നിറവുണ്ടായതിൻ്റെ മാങ്ങ സീസണിലാണല്ലോ. അപ്പം നമുക്ക് ഈ മാങ്ങ വെച്ച് ഒരു ജ്യൂസ് തയ്യാറാക്കാം. ഇത് വലത്തോട്ടി കൊണ്ട് 2 മാങ്ങ പൊട്ടിക്കാം. അപ്പം നമ്മുടെ മൂവാണ്ടമാങ്ങിനത് ഒരു ഏകദേശം ഈ ഒരു മൂപ്പിലെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തൊലിയോട് കൂടിയിട്ടാണ് ചെത്തണേ. അപ്പം തൊലിയോട് കൂടിയിട്ട് ചെത്തി കഷ്ണാക്കാം. അപ്പം നമ്മുടെ മാങ്ങയുടെ സീസണാണല്ലോ. അപ്പം നമുക്ക് പച്ചമാങ്ങ കൊണ്ട് തന്നെ ജ്യൂസ് തയ്യാറാക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. മാങ്ങക്കാലത്തൊക്കെ നമുക്കിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല റിഫ്രഷ് കിട്ടുന്ന ജ്യൂസാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. തൊലി അടക്കം ചെത്തുണ്ട് ഞാൻ. തൊലി അടക്കമായാൽ ഈ ജ്യൂസിന് അത്ര ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. പച്ചമാങ്കോ മൊജിറ്റയാണത്. 2 മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പുതിനേര ഇല, ചെറുനാരങ്ങ നീര്, ഉപ്പ്, പഞ്ചസാര 1 കപ്പ്, പിന്നെ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമാങ്ങ, അതുപോലെ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് കട്ട് ചെയ്തിടാം. ഒരു നുള്ളു ഉപ്പും കൂടി, 4-5 പുതിനേര ഇല, ഇതും കൂടി നല്ലോണം മിക്സിയിൽ കുറച്ച് ഐസിങ് കട്ടും അതുപോലെ തണുത്ത വെള്ളം ചേർത്ത് നല്ലോണം അരച്ചു കൊണ്ടുവരാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച വെള്ളം ഇത് നമുക്ക് നല്ലോണം അരച്ചു കൊണ്ടുവരാം. ഐസും കട്ട വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജ്യൂസായിട്ട് ഗ്ലാസ്സിൽ സെർവ് ചെയ്യുമ്പോൾ എടുക്കാം. നമ്മൾ നല്ലോണം മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൊലിയും കൂടി ചേർത്ത കാരണം നല്ലൊരു പച്ചപ്പും കൂടി കിട്ടിയിട്ടുണ്ട് കണ്ട. എന്നിട്ട് നമുക്ക് ഇതിൽ അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ മാങ്ങയുടെ പിശട് നമുക്ക് മാറ്റാം കണ്ട ഇതുപോലെ. അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല, ഇങ്ങനെ തടഞ്ഞു നിൽക്കും. അപ്പം ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കാം. അല്ലാതെ ഇങ്ങനെ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. മാങ്ങക്കാലത്ത് ഇതുപോലത്തെ ജ്യൂസ് തയ്യാറാക്കാം. അപ്പം നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിക്കാം. അല്ലെങ്കിൽ ഇത് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം അലിയിച്ചെടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെയാണ് എടുക്കുക. പുളി അധികം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര അധികം എടുക്കണം. ഇതിപ്പോൾ 1 കപ്പാണ് ഞാൻ എടുത്തുള്ള, അതിൻ്റെ പകുതി ചേർത്തിട്ട് ഞാൻ നോക്കാം. നല്ലോണം നിലയ്ക്കാൻ മതി. എന്ത് സാധനം ജ്യൂസ് അടിക്കുമ്പോൾ അരിച്ചതിന് ശേഷം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത്രയധികം പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ അധികം കൂടെ പഞ്ചസാര കുറച്ച് പോവും. ഒന്ന് ഇളക്കണം എന്ന് മാത്രം. ഇതിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ച ലൈം ജ്യൂസ്, അതായത് ഒരു ചെറുനാരങ്ങ, വലിയ ചെറുനാരങ്ങയുടെ ജ്യൂസിനത് കുരു മാറ്റിയിട്ടുണ്ട് കൂടി ഒന്ന്. ഇപ്പം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എരിവും അതുപോലെ ഇഞ്ചിയുടെ ടേസ്റ്റും പുതിനയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ ഈ ജ്യൂസ് നല്ല റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ജ്യൂസിന് നല്ല ഹെൽത്തിയാണ്. പിന്നെ നമുക്കിത് അലിഞ്ഞോന്നൊന്ന് ശ്രദ്ധിക്കാം. കണ്ട അലിഞ്ഞുണ്ട്, എല്ലാ പഞ്ചസാരയും അലിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ജ്യൂസ് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കി പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ജ്യൂസ് നല്ലോണം പഞ്ചസാരയൊക്കെ കലങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ ഒരു പീസ് ഇടാം. അതുപോലെ പുതിനേര ഇല, ഒരു പച്ചമുളകും ചേർക്കാം. ഒരു പച്ചമുളക് ഇതുപോലെ നടു ചേറിയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്കസ് ചേർക്കാം. കസ്കസ് ചേർത്ത് ഇനി നമുക്ക് സോഡ ഒഴിക്കാം. നല്ല തണുത്ത സോഡയാണ്. ഇപ്പം നമ്മുടെ പച്ചമാങ്ങ മുജിറ്റോ തയ്യാറായിട്ട് ഇതുപോലെ തന്നെ അടുത്ത ഗ്ലാസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.
ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.